الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഒന്നാമതായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമാകുന്ന ജീവിത പദ്ധതിയെ അതിമനോഹരമാക്കുന്ന അതിൻ്റെ രണ്ട് വശങ്ങളാണ് ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയും. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥിതി ഖിലാഫത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഖുർആനിൽ ആ പ്രയോഗമുണ്ട്, ഹദീസിൽ ആ പ്രയോഗമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലും ഖിലാഫ എന്ന് പറയുന്ന ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയെ സംബന്ധിച്ചുള്ള പ്രയോഗം വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഗൂഢാലോചനയുടെയും കുതന്ത്രങ്ങളുടെയും ഫലമായി ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥിതി തകർന്നുപോയി എന്നതും നമുക്കറിയാം. പക്ഷേ അതെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്ന കാര്യങ്ങളായിരുന്നു. പ്രവാചകന്റെ ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതൻഖുലന്ന ഉറൽ ഇസ്ലാമി ഉറവതൻ ഉറവ. ഇസ്ലാമിന്റെ പാശങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നതാണ്. വഅവ്വലുഹുന്ന നഖബൻ അൽ ഹുക്മു വആഖിറുഹുന്ന സ്വലാഹ്. ആദ്യമായിട്ട് അഴിഞ്ഞു വീഴുന്ന ഇസ്ലാമിന്റെ പാശം, അതിൻ്റെ സാമൂഹിക സംവിധാനം, അതിൻ്റെ ഭരണ സംവിധാനമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവസാനമായിട്ട് അഴിഞ്ഞു വീഴുന്നത് നമസ്കാരമായിരിക്കും. ഇസ്ലാമിൻ്റെ ആത്മീയ പദ്ധതിയായിരിക്കും അവസാനമായിട്ട് അഴിഞ്ഞു വീഴുക. പക്ഷേ ആദ്യമായിട്ട് അഴിഞ്ഞു വീഴുക അതിൻ്റെ സാമൂഹിക പദ്ധതിയായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് അതുപോലെ സംഭവിച്ചു. ഇന്നിപ്പോൾ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആശങ്കയും പേടിയുമാണ്. ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇസ്ലാമിൻ്റെ സാമ്പത്തിക സംവിധാനത്തെയും വളരെ മോശമായും വികലമായും ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ്
ലോകത്തുടനീളം നമ്മുടെ രാജ്യത്തുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വഖഫിനെതിരെയും അതുപോലെ തന്നെ സംഘടിത സക്കാത്തിനെതിരെയുമെല്ലാമുള്ള കുപ്രചരണങ്ങൾ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. വഖഫിനെതിരെയുള്ള ഗൂഢാലോചനകളും നിയമനിർമ്മാണങ്ങളും നടത്തുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണെങ്കിൽ ഇസ്ലാമിന്റെ സംഘടിതവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള സക്കാത്ത് സംവിധാനത്തെ തകർക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ചില പുരോഹിത മുസ്ലിയാക്കന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ എതിരാളികൾ അത് ചെയ്യുന്നത്. അവർ ശക്തമായിട്ട് ഇസ്ലാമിന്റെ സംഘടിതവും വ്യവസ്ഥാപിതവുമായ സക്കാത്ത് സംവിധാനങ്ങൾക്കെതിരെ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ വഖഫ് സംവിധാനത്തിന്റെ മനോഹാരിതയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനത്തിന്റെ സൗന്ദര്യവും അതിന്റെ മാനവികതയും ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാവണം. ആ അർത്ഥത്തിൽ സക്കാത്തിനെയും വഖഫിനെയും പ്രതിപാദിക്കാനാണ്, ഹ്രസ്വമായി വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെയും നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. JPCയുടെ ഭേദഗതി അത് കൃത്യമായി വന്നിട്ടുള്ള സാഹചര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഭേദഗതി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, എന്താണോ ഭരണകൂടം ആശിച്ചിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ടകൾ, ആ അജണ്ടകളെയെല്ലാം പാകപ്പെടുത്തുന്ന രീതിയിലുള്ള ഭേദഗതിയായിട്ടാണ് സംയുക്ത പാർലമെന്ററി കൗൺസിലിന്റെ വഖഫ് ഭേദഗതി നിയമം ഇവിടെ വന്നിട്ടുള്ളത്, രാജ്യത്ത് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ബില്ല് അത് നിയമമായിട്ട് മാറിയിട്ടില്ലെങ്കിലും, ആ ബില്ലുമായി അത് ആക്ടായിട്ട് നിയമമായിട്ട് മാറിയിട്ടില്ലെങ്കിലും, ആ ബില്ല് യഥാർത്ഥത്തിൽ JPC ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും എന്താണ് വഖഫ് എന്നും എന്താണ് സക്കാത്ത് എന്നുമുള്ള കൃത്യമായ ബോധ്യവും ധാരണയും ഉണ്ടാവണമെന്ന് മാത്രമല്ല, സമൂഹത്തിന് ആ ബോധ്യം പകർന്നു നൽകാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വഖഫിനെയും സക്കാത്തിനെയുമെല്ലാം സദഖകളെയുമെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു പറയുന്നൊരു വചനം ഇപ്രകാരമാണ്, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. അള്ളാഹു പറയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ പുണ്യം നേടുന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ യാതൊന്നും തന്നെ ചെലവഴിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹു അതിനെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി ആഴത്തിൽ അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ജ്ഞാനം, അവന്റെ അറിവ്, അതിന് പരിധിയില്ല, അതിന് പരിമിതിയില്ല. പരിമിതിയും പരിധിയുമില്ലാത്ത ജ്ഞാനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ് പറയുന്നത് ചെലവഴിക്കാൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്നുള്ളതാണ്. ഈ വചനം ഇറങ്ങിയതോടുകൂടിയാണ് മഹാന്മാരായ സ്വഹാബിമാർ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരവരുടെ ധനം ധാരാളമായിട്ട് വഖഫ് ചെയ്യാൻ മുന്നോട്ട് വന്നത്. വഖഫ് നിയമത്തെ ആവിഷ്കരിച്ച വചനമാണ് ഈ വചനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. വഖഫിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകപ്പെട്ടിട്ടുണ്ട്. ഹബ്സുൽ മാലി വസർഫു മനാഫിഹി ഫീ സബീലില്ലാഹ്. എന്താണ് വഖഫ്? ഹബ്സുൽ മാൽ, സമ്പത്തിനെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് വഖഫ്. സമ്പത്തിനെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലധനത്തെ തടഞ്ഞു വെക്കുക. വസർഫു മനാഫിഹി ഫീ സബീലില്ലാഹ്, എന്നിട്ട് അതിന്റെ ഉപകാരത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യുക. മൂലധനം അത് ചെലവഴിക്കാൻ പാടില്ല. മൂലധനത്തെ അവിടത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഉപയോഗങ്ങളെ, അതിൻ്റെ പ്രയോജനങ്ങളെ
അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യുന്ന ആ രീതിയിലുള്ള ധനവ്യയത്തിനാണ് ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ദാനം തന്നെയായിരുന്നു ഖുർആന്റെ ഈ കൽപ്പന വന്നതോടുകൂടി മഹാന്മാരായ സ്വഹാബിമാർ വഖഫ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാന അബൂ തൽഹ അക്സറുൽ അൻസ്വാരി ബിൽ മദീനത്തി മാല. അബൂ തൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു മദീനയിൽ ഏറ്റവും സമ്പന്നനായ സ്വഹാബിയായിരുന്നു, ഏറ്റവും സമ്പന്നനായ സ്വഹാബി. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബൈറുഹാ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ധനം ബൈറുഹാ തോട്ടമായിരുന്നു. മസ്ജിദുൻ നബവിക്ക് അഭിമുഖമായിട്ടുള്ള തോട്ടമായിരുന്നു ബൈറുഹാ തോട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈറുഹാ തോട്ടത്തിൽ പ്രവേശിച്ചുകൊണ്ട് അബൂ തൽഹയുടെ അനുവാദത്തോടുകൂടി ആ ബൈറുഹാ തോട്ടത്തിലുള്ള കിണറിൽ നിന്ന് ശുദ്ധമായ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ വചനമിറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്ന ഖുർആന്റെ വചനമിറങ്ങിയതോടുകൂടി അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നല്ലാഹ തആല യഖൂലു ഫീ കിതാബി, അല്ലാഹു തആല അവന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിനാൽ തന്നെ പ്രവാചകരെ ഞാൻ പറയട്ടെ, വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബിബൈറുഹാ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ബൈറുഹാ തോട്ടമാണ്. ആ തോട്ടത്തെ അല്ലാഹുവിന് വേണ്ടി നൽകാൻ, അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ നീ ആ തോട്ടത്തെ ദാനം ചെയ്യുകയാണെങ്കിൽ ബഹദാലിക മാലുൻ റാബിഹുൻ, ബഹദാലിക മാലുൻ റാബിഹുൻ, അത് നാളെ നിനക്ക് പരലോകത്ത് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന, ലാഭം ലഭിക്കുന്ന ധനമായി മാറുന്നതാണ്. അത് സമയത്തു മാ ഖുൽത ഫീഹാ, നീ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു അഭിപ്രായം പറയുകയാണ്. വഇന്നി അറാ അൻ തജഅലഹാ ഫിൽ അഖറബീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരായ ദരിദ്രരായ കുടുംബക്കാർക്ക് നീ അത് നൽകുക. നിന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ദരിദ്രരായ കുടുംബക്കാർക്ക് നീ ആ ബൈറുഹാ തോട്ടം നൽകുക. അങ്ങനെ ഫഖസ്സമഹാ അബൂ തൽഹ ഫീ അഖാരിബിഹി വബനി അമ്മിഹി എന്നാണ് ചരിത്രം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദരിദ്രരായ കുടുംബക്കാർക്ക്, അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രന്മാർക്കെല്ലാം ബൈറുഹാ തോട്ടം വിഹിതം വെച്ച് നൽകി എന്നുള്ളതാണ് പ്രവാചക യുഗത്തിൽ സംഭവിച്ചിട്ടുള്ള, ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ വഖഫായിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ബൈറുഹാ തോട്ടത്തിന്റെ വഖഫ് എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, ആ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം വഖഫുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മസ്ജിദുകൾ, മദ്രസകൾ, യതീംഖാനകൾ എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ആളുകൾ അവരുടെ ധനം ധാരാളമായിട്ട് വഖഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിൽ വഖഫിന് വലിയ പ്രാധാന്യമാണുള്ളത്. അതൊരു സാധാരണ ദാനം പോലും അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസതി അഷ്യാ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെയുള്ളവന്റെ കർമ്മങ്ങളെല്ലാം നിലച്ചു പോകും. ഏതെല്ലാമാണ് 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഒന്നാമത്തേത് സ്വദഖത്തുൻ ജാരിയ, ജാരിയായിട്ടുള്ള സ്വദഖയാണ്, എന്നെന്നും നിലനിൽക്കുന്ന സ്വദഖ. രണ്ടാമത് ഔ ഇൽമു യുൻതഫഉ ബിഹി, പ്രയോജനം ലഭിക്കുന്ന വിജ്ഞാനമാണ്. വിജ്ഞാനം, അറിവ്. ആ അറിവ് അയാൾ വേറൊരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യൻ മരിച്ചു പോയാലും ആർക്കാണോ അയാൾ പകർന്നു കൊടുത്തത് അതുകൊണ്ട് അയാൾ പ്രയോജനപ്പെടുത്തുകയാണ്. പിന്നീട് അയാൾ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അയാൾ വീണ്ടും പ്രയോജനപ്പെടുത്തുകയാണ്. അങ്ങനെ ആദ്യം ഇത് പഠിച്ചയാള് അത് ആർക്കൊക്കെയാണോ തലമുറകളായി പകർന്നു കൊടുത്തിട്ടുള്ളത്, അന്ത്യദിനം വരേക്കും അവന്റെ വിജ്ഞാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മരണശേഷവും നിലക്കാത്ത ധർമ്മമാണ്, പ്രതിഫലമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നാമത് പറഞ്ഞു ജാരിയായ സ്വദഖ, എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മം. രണ്ടാമത് പറഞ്ഞു പ്രയോജനപ്രദമായിട്ടുള്ള അറിവ്. മൂന്നാമത് പറഞ്ഞു വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ സന്താനങ്ങൾ. ഈ 3 കാര്യങ്ങളാണ്. ഇതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം സ്വദഖത്തുൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന
ദാനധർമ്മം എന്നാണ്. ഒരാൾ മരിച്ചു കഴിയുന്നതോടുകൂടി അയാളുടെ കർമ്മങ്ങൾ അയാൾക്ക് വേണ്ടി ഫലമുളവാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അവസാനിക്കും. മരിക്കുന്നതോടുകൂടി ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ശേഷി അവസാനിക്കുകയാണ്, അതിനുള്ള കഴിവ് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ ഫലവും അതുവരെ ചെയ്തതിന്റെ പ്രതിഫലം മാത്രമാണ് ലഭിക്കുന്നത്. പിന്നീട് അയാൾക്ക് നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഒന്നും കഴിയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, സ്വദഖത്തുൻ ജാരിയ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ജാരിയായ സ്വദഖ, നമ്മളീ പറഞ്ഞ വഖഫ് അടക്കമുള്ള നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുടെയും പ്രതിഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. മസ്ജിദുകൾക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും മറ്റ് ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും വഖഫ് ചെയ്ത കാര്യങ്ങൾ, വഖഫിന്റെ നിയ്യത്തോടുകൂടി ഒരു മനുഷ്യൻ കുഴിച്ച കിണറും അയാള് വെട്ടിയ തോടും അതുപോലെ തന്നെ അയാൾ ഉണ്ടാക്കിയ അഗതി മന്ദിരവുമെല്ലാം യതീം ഖാനകളുമെല്ലാം അതിന്റെ പ്രതിഫലം ആ സ്ഥാപനങ്ങളെയൊക്കെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കാലത്തോളം അയാളുടെ ബർസഖി ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് വഖഫിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതാണ് വഖഫിന്റെ മഹത്വം എന്ന് പറയുന്നത്. വഖഫ് അല്ലാഹുവിന് വേണ്ടിയുള്ള ദാനമാണ്. വഖഫ് ചെയ്യുന്നതോടുകൂടി ആ ധനത്തിന്റെ ഉടമസ്ഥത അല്ലാഹുവിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ മിൽക്കിയത്ത് അല്ലാഹുവിലേക്ക് നീങ്ങുകയാണ്. അതാരാണോ ദാനം ചെയ്യുന്നത് അയാളിൽ നിന്ന് അതിന്റെ മിൽക്കിയത്ത് പോയി. അതാർക്ക് വേണ്ടിയാണോ ദാനം ചെയ്തിട്ടുള്ളത്, ഞാൻ യതീം മക്കൾക്ക് വേണ്ടിയാണ് ദാനം ചെയ്തതെന്ന് വെക്കുക, അവർക്കും അതിന്റെ ഉടമസ്ഥാവകാശമില്ല. അതല്ലെങ്കിൽ ആ കുടിവെള്ളം പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും അതിന്റെ ഉടമസ്ഥാവകാശമില്ല. പക്ഷെ അതൊക്കെ പ്രയോജനപ്പെടുത്താം, കാരണം അവരത് പ്രയോജനപ്പെടുത്തുക എന്ന നീയത്തോടു കൂടിയാണ് അത് വഖഫ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉടമസ്ഥാവകാശം, അതിന്റെ മിൽക്കിയത്ത് അല്ലാഹുവിനാണ്. അത് വഖഫിന്റെ മാത്രം സവിശേഷതയാണ്. അതാണ് വഖഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നിയമം എന്ന് പറയുന്നത് ഭൗതികമായി പറയുമ്പോഴും അത് മാലുള്ളയാണ്. അത് അല്ലാഹുവിന്റെ ധനമാണ്. ഇത്രമാത്രം പവിത്രവും പാവനവും അങ്ങേയറ്റം ദൈവികവും ഇലാഹിയുമായ സംവിധാനമാണ് വഖഫ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വഖഫ് നിയമത്തിൽ വലിയ ഭേദഗതിയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെയും അതുപോലെ തന്നെ മുസ്ലിം കൂട്ടായ്മകളുടെ വിയോജിപ്പുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് JPC മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഭേദഗതിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും സഹോദരങ്ങളെ, ഈ ഭേദഗതിയിലൂടെ ഭരണകൂടങ്ങൾക്കും അവരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ആശയത്തിനും ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനമാക്കി വഖഫ് ബോർഡുകളെ, അതുപോലെ തന്നെ വഖഫ് സ്വത്തുക്കളെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് സംജാതമാവാൻ പോകുന്നത്. അതുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് അതിനെ ഒരു നിസ്സാര കാര്യമായിട്ട് പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. കൂടുതൽ അമുസ്ലിം പ്രതിനിധികൾ ബോർഡിൽ ഉണ്ടാവുന്നതടക്കമുള്ള പുതിയ ഭേദഗതികൾ ധാരാളം വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വഖഫ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ധനമാണ്. അത് അല്ലാഹുവിന്റെ ധനമാണെന്നും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അവര് മാത്രമാണ് അത് പരിപാലിക്കേണ്ടത് എന്നതുമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൗലികമായ ആശയം. അല്ലാഹു പറയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ്സലാത്ത വ ആത്തസ്സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. നിശ്ചയം അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരാണ്. വഖഫ് സ്വത്തുക്കളെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വൽ യൗമിൽ ആഖിരി, അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. വ അഖാമസ്സലാത്ത വ ആത്തസ്സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. നമസ്കാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടു ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വഖഫ് സ്വത്തുക്കളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൗലികമായിട്ടുള്ള ആശയങ്ങളിൽ ഒന്ന്. സഹോദരങ്ങളെ, ഇത്തരം ആശയങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെച്ചുകൊണ്ടുള്ള പുതിയ ഭേദഗതിയാണ് വരാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ വഖഫിന്റെ മാനവികത ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുവാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയണം. വഖഫ് എന്ന് പറയുമ്പോൾ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് പോലെ കേവലം മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാനം മാത്രമല്ല. മതപരമായ കാര്യങ്ങൾ അതിൽ പ്രധാനം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, യതീംഖാനകൾക്ക്,
പക്ഷേ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല വഖഫ് എന്ന് പറയുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന മാനവികമായ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നുണ്ട്. അതാണ് ഇസ്ലാമിക ചരിത്രം നമ്മോട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, മദീനയിലേക്ക് മുസ്ലിങ്ങൾ ഹിജ്റ ചെയ്തെത്തിയപ്പോ അവിടെ വലിയ കുടിവെള്ളക്ഷാമമുണ്ടായി. കുടിവെള്ളക്ഷാമമുണ്ടായപ്പോ അതിനെ പരിഹരിച്ചത് വഖഫ് കൊണ്ടായിരുന്നു. എങ്ങനെയാ പരിഹരിച്ചത്? ഒരു ജൂതന്റെ വശം ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മളത് വിശദീകരിച്ചതാണ്. പക്ഷേ ജൂതൻ അത് പണത്തിന് പകരമായിട്ടായിരുന്നു വിറ്റിരുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പരിഗണിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ തുക കൊടുത്തുകൊണ്ട് ജൂതനിൽ നിന്ന് ആ കിണർ വാങ്ങി വഖഫ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തുകയാണ്. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മദീനയിലെ മുഴുവൻ ആളുകളും, മുഴുവൻ പൗരന്മാരും അതിനെ പ്രയോജനപ്പെടുത്തുകയാണ്. ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. അത് മാനവികമായിട്ടുള്ള ദാനമാണ്. ആ ഒരു അർത്ഥത്തിൽ തന്നെ ലോകത്തിന്, രാജ്യത്തിന് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ധാരാളം കാണാൻ കഴിയും. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രത്തിൽ ഇപ്രകാരം കാണാം. ഡമസ്കസിൽ മുലയൂട്ടുന്ന സ്ത്രീകൾക്കായിട്ട് അദ്ദേഹം 2 ഓവുചാലുകൾ നിർമ്മിച്ചിരുന്നു. അവയിൽ ഒന്നിൽ പാലും മറ്റൊന്നിൽ മധുരപാനീയവും ഒഴുകുകയും എല്ലാ ആഴ്ചയും മാതാക്കൾ, ഉമ്മമാര് വന്നുകൊണ്ട്, മുല കൊടുക്കുന്ന മാതാക്കൾ വന്നുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പാലും മധുരപാനീയവും ശേഖരിക്കുമായിരുന്നു എന്ന് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നൽകപ്പെടുന്ന ഒരു വിശദീകരണമുണ്ട് സഹോദരങ്ങളെ. മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു വഖഫ് ചെയ്തത് എന്ന് ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാലികളെ മേയാനുള്ള ഇടങ്ങൾ വഖഫ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പക്ഷികൾക്ക് കുടിവെള്ളവും അതുപോലെ ഭക്ഷണവും ശേഖരിക്കാനുള്ള ഇടങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫ് ചെയ്തിരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഗുണം ലഭിക്കുന്നതാണ്, നന്മ ലഭിക്കുന്നതാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വഖഫ് നിയമത്തെ ദുർബലമാക്കുന്നതോടുകൂടി ഈ നന്മകളെയെല്ലാം, ഈ മാനവികവും അതുപോലെ തന്നെ പ്രകൃതിപരവുമായ നന്മകളെ, വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിർവഹിക്കപ്പെടുന്ന നന്മകളെയാണ് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്, എന്ന് നമുക്ക് ലോകത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. സകാത്തും അപ്രകാരം തന്നെയാണ്. സകാത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വേറൊരു വിഷയം. സകാത്ത് എന്ന് പറഞ്ഞാൽ, സകാത്തിന്റെ സമൂഹത്തിൽ അതിന്റെ നേട്ടം സാധ്യമാവുന്നത് സമൂഹത്തിൽ സാമ്പത്തികമായ നീതി സാധ്യമാവുമ്പോഴാണ്, ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുമ്പോഴാണ്. അതിനു വേണ്ടിയുള്ളതാണ് സകാത്ത്. സകാത്ത് നൽകുക എന്ന പ്രധാനമാണ്. അല്ലാഹു ഖുർആനിൽ ധാരാളം വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും അത് ഖനിജമാക്കി നിക്ഷേപിച്ചു വെക്കുന്ന ആളുകൾ, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത, സകാത്ത് കൊടുക്കാത്ത ആളുകൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. ഖുർആൻ പറയാൻ, അവർക്ക് നരകശിക്ഷ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ മറ്റു മൂല്യങ്ങളും മറ്റു സമ്പത്തുകളും അത് സകാത്ത് കൊടുക്കാതെ അതിങ്ങനെ നിക്ഷേപിച്ച് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ നരകശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകണമെന്ന ഖുർആൻ പറയുന്ന സഹോദരങ്ങളെ. സകാത്ത് നൽകുക എന്ന് മാത്രമല്ല, അത് സംഘടിതവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ നൽകുക എന്നതും പ്രസക്തമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ സകാത്ത് കൊടുക്കൂല എന്നല്ലല്ലോ പറഞ്ഞത്. ഇസ്ലാമിക സംവിധാനത്തെ, ഇസ്ലാമിന്റെ സാമൂഹിക സംവിധാനത്തെ അത് ഏൽപ്പിക്കില്ല എന്നാ പറഞ്ഞത്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട്, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസക്കാ, നമസ്കാരത്തിന്റെയും സകാത്തിന്റെയും ഇടയിൽ വിവേചനമുണ്ടാക്കുന്നവരോട് നാം പോരാടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. അതങ്ങനെ ഇസ്ലാമിന്റെ സാമൂഹിക സംവിധാനത്തിന് സകാത്ത് കൊടുക്കാതിരിക്കുക എന്നതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഖിലാഫത്തിന്റെ നിഴലിൽ വിശേഷിച്ചും
ഖിലാഫത്തിന്റെ കാലഘട്ടമാണെങ്കിൽ, ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള കാലഘട്ടമാണെങ്കിൽ ഇത്ര വലിയ കഠിനമായ നിലപാടാണ് ഖലീഫമാർ സക്കാത്ത് നിഷേധികളോട് സ്വീകരിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കുവാൻ ഈ കാലഘട്ടത്ത് സാധ്യമല്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള നിലപാടുകളുടെ ആവശ്യവുമില്ല. പക്ഷേ ആളുകളോട് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്, അതിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സംഘടിതവും വ്യവസ്ഥാപിതവുമായിട്ട് നിർവഹിക്കുമ്പോഴാണ് സക്കാത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് സംഘടിത സക്കാത്തിനെതിരെ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് പറയുന്നത്. പത്രങ്ങളിലടക്കം സംഘടിതവും വ്യവസ്ഥാപിതവുമായ സക്കാത്ത് സംവിധാനങ്ങൾക്കെതിരെ ലേഖനങ്ങൾ പൗരോഹിത്യം എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം സഹോദരങ്ങളെ. എന്നാൽ നമ്മൾ അറിയണം, മനസ്സിലാക്കണം, ഇസ്ലാമിലെ സാമ്പത്തിക വ്യവഹാരങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്താ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇസ്ലാമിലെ മിക്ക സാമ്പത്തിക വ്യവഹാരങ്ങളുടെയും മൗലികമായ ലക്ഷ്യമായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലികൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങൾക്കിടയിൽ, ധനികർക്കിടയിൽ മാത്രം സമ്പത്ത് കടന്ന് കറങ്ങാതിരിക്കുന്നതിന് വേണ്ടി. അതാണ് ആശയം. ഇസ്ലാമിലെ സക്കാത്ത് അടക്കമുള്ള സാമ്പത്തിക വ്യവഹാരങ്ങളുടെ താല്പര്യം അതാണ്. ധനികർക്കിടയിൽ സമ്പത്ത് കടന്ന് കറങ്ങാൻ പാടില്ല, അവർക്ക് മാത്രം അത് പ്രയോജനപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല. മറിച്ച് സമൂഹത്തിനെ, വിശേഷിച്ചും ദരിദ്ര ജനവിഭാഗങ്ങൾക്ക്, സക്കാത്തിന്റെ അവകാശികളായ ആളുകൾക്ക് അത് ലഭ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമായത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ യമനിലെ ഗവർണറായിരുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സക്കാത്ത് മുതലുകൾ തലസ്ഥാന നഗരിയായ മദീനയിലേക്ക് അയക്കുന്നുണ്ട്. മദീനയിലേക്ക് അയക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ, ഗവർണറായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മദീനയിലേക്ക് അയക്കുകയാണ് സക്കാത്ത് മുതലുകൾ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഇങ്ങോട്ട് അയക്കാനല്ലോ, സമ്പന്നരിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് ദരിദ്രർക്ക് നൽകാനല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് തലസ്ഥാനത്തേക്ക് അയക്കുന്നത്? അത് അവിടെയുള്ള ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യുക, അത് യമനിലെ ദരിദ്ര ജനകോടികൾക്കിടയിൽ വിതരണം ചെയ്യുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്ത് സ്വീകരിക്കാൻ ദരിദ്രരും മറ്റവകാശികളുമായ ആളുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് അങ്ങോട്ട് അയക്കുന്നത്. സഹോദരങ്ങളെ, ദരിദ്രരില്ലാത്ത ഒരു കാലമുണ്ടായി. ഇസ്ലാമിലെ സക്കാത്ത് സംവിധാനം വളരെ കൃത്യമായിട്ട് സമൂഹത്തിൽ നടപ്പിലാക്കിയപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പല പ്രദേശങ്ങളിലെയും ഫഖർ നിർമ്മാർജ്ജനം ചെയ്യാൻ, പല പ്രദേശങ്ങളിലെയും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമായി എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത്. രണ്ടാം ഉമർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരണാധികാരിയായ കാലം അന്ന് ഇറാഖിലെ ഗവർണറായിരുന്ന അബ്ദുൽ ഹമീദ് ഖലീഫയ്ക്ക് ഒരു കത്തെഴുതി. എന്തായിരുന്നു കത്തിലുണ്ടായിരുന്ന ഉള്ളടക്കം? സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാതെ പൊതുഖജനാവിൽ, ബൈത്തുൽ മാലിൽ ധനം കുമിഞ്ഞുകൂടുകയാണ്, പണം അധികരിച്ചിരിക്കുകയാണ്. സക്കാത്ത് ധനം സ്വീകരിക്കാൻ ആളുകൾ ഇല്ലാതായി മാറിയിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി നൽകി, എങ്കിൽ ആളുകൾ, കടമുള്ള ആളുകൾ ഉണ്ടാവും, അവരുടെ കടം വീട്ടാൻ, ദരിദ്രരില്ലെങ്കിൽ കടമുള്ള ആളുകളുടെ കടം വീട്ടുവാൻ സക്കാത്തിന്റെ ധനം നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക. അദ്ദേഹം വീണ്ടും കത്തെഴുതി, കടബാധ്യതരുടെ പ്രശ്നം പരിഹരിച്ചിട്ടും ബൈത്തുൽ മാലിൽ പണം ശേഷിക്കുന്നു. ഖലീഫ മറുപടി നൽകി, എങ്കിൽ വിവാഹപ്രായമെത്തിയ മുഴുവൻ ആളുകളെയും വിവാഹത്തിന് സഹായിക്കുക, എന്നിട്ടും പണം ശേഷിക്കുകയാണെങ്കിൽ ജിസിയ നൽകാൻ പ്രയാസപ്പെടുന്ന വേലക്കാരെ സഹായിക്കുക. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയെല്ലാം പറയേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, അവിടെയും സക്കാത്ത് ശരിയാം വണ്ണം നടപ്പിലാക്കിയപ്പോ, സക്കാത്ത് സംവിധാനം വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിച്ചപ്പോ ആ സമൂഹങ്ങളിൽ നിന്നെല്ലാം ദാരിദ്ര്യം ഉയർന്നുപോയി എന്നുള്ളതാണ്. ഇതെന്ന് സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ സക്കാത്ത് രീതികളിലൂടെ, സാമ്പ്രദായിക രീതികളിലൂടെ ഇത് സംഭവിക്കുന്നുണ്ടോ? റമദാനിലെ 27-ാം രാവിൽ പണക്കാരന്റെ ഉമ്മരപ്പടിയിൽ പാവപ്പെട്ടവൻ പോയി കൈനീട്ടിയാൽ ഈ ദാരിദ്ര്യം ഒരു കാലത്തും പരിഹരിക്കപ്പെടുകയില്ല സഹോദരങ്ങളെ. സക്കാത്ത് സംവിധാനങ്ങൾ ഓരോ വർഷവും ദാരിദ്ര്യത്തിന്റെ കാഠിന്യമനുസരിച്ചുകൊണ്ട് ദരിദ്രരിൽ നിന്ന് നിശ്ചിത ആളുകളെ അവർ ആ ദാരിദ്ര്യത്തിന്റെ മുൻഗണനാക്രമം അനുസരിച്ച് പരിഗണിച്ചുകൊണ്ട്
കരകയറ്റാൻ ശ്രമിച്ചാൽ, ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, സ്വയം പര്യാപ്ത കൈവരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതിലൂടെ മാത്രം സാധ്യമാവുന്നതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇന്ന് സക്കാത്ത് പലയിടങ്ങളിലും, മിക്കയിടങ്ങളിലും എന്ന് പറയണം, ഒരു യാചനയായിട്ടാണ് നിലനിൽക്കുന്നത്. യാചന അവസാനിപ്പിക്കുക എന്നതും സംഘടിത സക്കാത്തിന്റെ ലക്ഷ്യമാണ്. കാരണം സക്കാത്ത് പണക്കാരന്റെ ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. വളരെ കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞതാണ്, അവരുടെ സ്വത്തിൽ ചോദിക്കുന്നവനും അതുപോലെ തന്നെ ചോദിക്കാൻ പ്രയാസമുള്ള ഒരുപാട് ദരിദ്ര ജനകോടികൾ ഉണ്ടാവും. അവരുടെ മാന്യത കൊണ്ട് ചോദിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ദരിദ്ര ജനകോടികൾ ഉണ്ടാവും. അവരുടെയും അവകാശമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ ചോദിക്കാൻ മനസ്സുള്ള ആളുകൾ, അവർക്ക് മാത്രം ലഭിച്ചാൽ പോരാ. ചോദിക്കാൻ വിമുഖതയുള്ള ദരിദ്രർ, അവരുടെയും അവകാശമാണ് സക്കാത്ത്. കാരണം അവരും മിസ്കീനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മിസ്കീനു ബിത്തവാഫിൽ ലദീ തറുദ്ദുഹു ലുഖ്മതു വല്ലുഖ്മതാൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ യാചന കൊണ്ട് ചുറ്റിക്കറങ്ങുന്ന ആളുകൾ മാത്രമല്ല. അങ്ങനെ അവർ യാചിക്കുമ്പോൾ ആളുകൾ ഒന്നോ രണ്ടോ ഉരുള എറിഞ്ഞു കൊടുക്കുന്നു. ആ ഉരുളകൾക്ക് വേണ്ടി യാചിച്ച് നടക്കുന്നവരല്ല മിസ്കീന്മാർ. അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാരക്കയ്ക്ക് വേണ്ടി യാചിച്ച് നടക്കുന്നവര് മാത്രമല്ല. വലാകിന്നൽ മിസ്കീൻ അല്ലദീ ലാ യജിദു ഖിനൻ യഗ്നീ. മിസ്കീൻ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം കൂടിയുണ്ട്. അയാൾക്ക് സാമ്പത്തികമായ ഐശ്വര്യമില്ല, അയാൾക്ക് അങ്ങേയറ്റം വലിയ ദാരിദ്ര്യമുണ്ട്. പക്ഷേ വലാ യുഫ്തനു ഫയതസദ്ദഖു അലൈഹി, ആ ദാരിദ്ര്യം അയാൾ പുറത്തറിയിക്കുന്നില്ല. അങ്ങനെ പുറത്തറിയിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ദാനം ലഭിക്കുമായിരുന്നു. അങ്ങനെ അഭിമാനം കൊണ്ട്, അന്തസ്സ് കൊണ്ട് ദാരിദ്ര്യം പുറത്തറിയിക്കാൻ കഴിയാത്ത ആളുകൾ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവരുടെ കൂടി അവകാശമാണ് സക്കാത്ത് എന്ന് പറയുന്ന സഹോദരങ്ങളെ. അവരുടെ ലക്ഷ്യം, അവരുടെ സക്കാത്ത് അവർക്ക് നേടാൻ സാധ്യമാവണമെങ്കിൽ തീർച്ചയായിട്ടും സംഘടിത സക്കാത്ത് സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന, അതല്ലെങ്കിൽ ഈ സംഘടിത വ്യവസ്ഥാപിത സംവിധാനങ്ങൾക്കെതിരെ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന എപ്പോഴത്തെയും ഒരു ചോദ്യമുണ്ട്, അത് ഇസ്ലാമിക ഭരണകൂടമുള്ള കാലത്തല്ലേ സംഘടിത സക്കാത്തൊക്കെ? ഇപ്പോൾ അതില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പറയാനുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു മറുപടിയുണ്ട്. കാരണം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സംഘടിതമായ മറ്റാരാധനാ കാര്യങ്ങൾ എല്ലാം തന്നെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ നിഴലിലും ഇസ്ലാമിക ഖിലാഫത്തിന്റെ തണലും ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിലുമാണ് നടത്തപ്പെട്ടിരുന്നത്. നമുക്കറിയാം, മഹാന്മാരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമസ്കാരത്തിന്, സംഘടിതമായി നമസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നത് പ്രവാചകനും തുടർന്ന് ഖലീഫമാരുമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആ ഭരണ സംവിധാനം, ഖിലാഫത്ത് സംവിധാനം ഇല്ലാതായതോടുകൂടി സംഘടിത നമസ്കാരം അവസാനിച്ചില്ല. മറിച്ച് അതിനോരോ സംവിധാനങ്ങൾ ഉണ്ടാക്കി. എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാമിക ഭരണം ഉള്ള ഇടങ്ങളിലും ഇല്ലാത്ത ഇടങ്ങളിലുമെല്ലാം നമ്മൾ പരിപാലന സമിതികളും അതുപോലെ തന്നെ മസ്ജിദുകളും, ആ മസ്ജിദുകളിൽ നേതൃത്വം കൊടുക്കുവാൻ ഇമാമുമാരെയുമെല്ലാം നിശ്ചയിക്കുന്നു. അങ്ങനെയെല്ലാമാണ് സംഘടിതമായിട്ട് ജുമുഅ ജമാഅത്തുകൾ നടപ്പിലാക്കിയത്. ഒരു കാലത്ത് ഖിലാഫത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ജുമുഅ ജമാഅത്തുകൾ നിർവഹിക്കപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീട് ഖിലാഫത്തിന്റെ അഭാവത്തിലും സംഘടിതമായി നമ്മളതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. റമദാൻ, ശവ്വാൽ പിറകളുടെ പ്രഖ്യാപനം അതും ഖലീഫമാര് ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് നമുക്കതിനെല്ലാം തന്നെ സംഘടിതമായ സംവിധാനങ്ങളുണ്ട്. ഹജ്ജിന് ഹജ്ജ് കമ്മിറ്റികളും മറ്റു സംഘടിത സംവിധാനങ്ങളുമുണ്ട്. ഖിലാഫത്തില്ല എന്ന ഒറ്റ കാരണത്താൽ സക്കാത്ത് മാത്രം സംഘടിതമായി കൂടാ എന്ന് വാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിയായ ബോധ്യത്തോടുകൂടി വഖഫിന്റെ സംരക്ഷകരും സംഘടിതവും വ്യവസ്ഥാപിതവുമായ സക്കാത്ത് സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും എന്ന് മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായി മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല പറയുന്നത്, വിജയിച്ച സത്യവിശ്വാസികൾ ആരാണ്? വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നാണ് ഖുർആന്റെ പ്രയോഗം. സക്കാത്ത് കൊടുക്കുന്നവർ എന്നതല്ല, അവരെ മാത്രമല്ല, സക്കാത്ത് കൊടുത്താൽ മാത്രം പോരാ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സക്കാത്തിലൂടെ സാധ്യമാവേണ്ടുന്ന ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സാമൂഹികമായി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു വിജയിച്ച സത്യവിശ്വാസികളിൽ, വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിർ
അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെയും അവരുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ഭാര്യാ സന്താനങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും സർവോപരി തഖ്വയും ഈമാനും നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം അല്ലാഹു ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഖുൽഉ, ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതവും, മരണമാണ് ഖൈറെങ്കിൽ മരണവും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം രോഗികളുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ അല്ലാഹുവേ നീ ലഘൂകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും രോഗത്തെ, മുറിവുകളെ സമ്പൂർണ്ണമായും നീ ശഫിയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്നും
പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീനിൽ സമ്പൂർണ്ണ സമാധാനം പടച്ച തമ്പുരാനെ നിലനിർത്തി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, സിയോണിസ്റ്റുകളുടെ കരങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഖുദ്സിന്റെ മണ്ണിനെ, ബൈത്തുൽ മഖ്ദിസിനെ പൂർണ്ണമായും നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങൾ അതിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവേ, കോടാനകോടി അടിമകൾ നിന്നോട് ചോദിക്കാൻ നിനക്ക് അടിയാറുകളായി അടിമകളായുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹ്, ഞങ്ങളുടെ മനസ്സുകളിലെ ഓരോ ഉദ്ദേശങ്ങളെയും അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹ് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ നാദാ. അല്ലാഹുമ്മ റദ്ദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസ്സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.